ഹലോ നമസ്കാരം. ബാബൂസ് പ്ലാനറ്റ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് അറിയിക്കാനാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഒരു പാരന്റ് എന്നെ വിളിക്കുകയാണ്. ഞാൻ അറിയുന്ന ഒരാളാണ്. അവരുടെ മോന് 10ാം ക്ലാസ്സിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു വിഷയത്തിന് വളരെ വീക്കാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ചെറിയ ട്യൂഷൻ എന്തെങ്കിലും അർജന്റായിട്ട് ഇപ്പൊ തരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു വിഷയത്തിനായിട്ട് ഒരാൾക്ക് ഇപ്പൊ ക്ലാസ് കൊടുക്കാറിനാലേ നമുക്ക് പ്രായോഗികമല്ല. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, പിന്നെ ഇപ്പൊ ആ വിഷയം പാസ്സാവോ എന്നുള്ളത് തന്നെ സംശയമാണ്. ആ രൂപത്തിൽ അപ്പോൾ സംസാരിക്കണത്. അപ്പോ എവിടെ ട്യൂഷന് പോയിരുന്നു ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത് ട്യൂഷനൊന്നും പോയിട്ടില്ല. ട്യൂഷൻ എന്തേ പറഞ്ഞേക്കാതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേക്കാത്തതിന്റെ കാരണം പറഞ്ഞത്, അവൻ പറഞ്ഞു ട്യൂഷൻ വേണ്ട എന്നുള്ളത്. അവൻ പറഞ്ഞു, എല്ലാ വിഷയം ഓക്കെയാണ്, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നിർബന്ധിച്ചതുമില്ല. ഇതാണ് ഇപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ട്യൂഷന് പറഞ്ഞേക്കണമായിരുന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10 വർഷം പഠിച്ചതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോവാണ് ഈ വർഷം 10ാം ക്ലാസ്സുകാർക്ക്. എത്ര കുറച്ച് മാർക്കായാലും അത് ഒരു മാർക്ക് സ്കോറിങ് നടത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഫുൾ എ പ്ലസ് കിട്ടിക്കോട്ടെ. എന്താണ് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് വിചാരിച്ചെന്താ? ചിലര് പറയും ഫുൾ എ പ്ലസ് വേണമെന്നൊന്നുമില്ല, അങ്ങനത്തെ ഒരു വാശിയൊന്നുമില്ല. ഫുൾ എ പ്ലസ് കിട്ടിക്കോട്ടെ. എന്തിനാണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്? അവിടെ നിന്നോട്ടെ. 10 വർഷം പഠിച്ചതിന് സർട്ടിഫിക്കറ്റ് ഈ വർഷം കിട്ടാൻ പോവാണ് മോന് അല്ലെങ്കിൽ മോൾക്ക്, ആർക്കായാലും നമ്മളുടെ കുട്ടികൾക്ക്. അതിലൊരു ഫുൾ എ പ്ലസ് നിന്ന് വിചാരിച്ച എന്താ നമുക്ക് ഇത്ര പ്രയാസം? എന്താ പ്രശ്നം? എന്താ? അപ്പൊ ചിലർ പറയാറുണ്ട് ഫുൾ എ പ്ലസ് വേണമെന്നില്ല, നല്ലൊരു കുട്ടിയായാൽ മതി. ഞാൻ പറയട്ടെ നിങ്ങളോട്, നല്ലൊരു കുട്ടിയാവുക, നല്ലൊരു സ്വഭാവത്തിലുള്ള കുട്ടിയാവുക, നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെ ആവണം എന്നാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലായിട്ട് വരിക. കൂടെ ഒരു ഫുൾ എ പ്ലസും കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആ രീതിയിലേക്ക് ചിന്തിക്കും നമ്മൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ട്യൂഷന് പറഞ്ഞേക്കണം. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പരീക്ഷയുടെ തലേ ദിവസം ഫുട്ബോൾ കളിക്കാൻ പോയതാണ്. അത്ര വിവരേ നമുക്കൊക്കെ ഉള്ളൂ. ഇപ്പൊ ആ ഒരു സമയം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുകയാണെങ്കിൽ 1 മിനിറ്റ് പോലും നമ്മൾ പാഴാക്കൂല. 1 മിനിറ്റ് പോലും. അന്ന് 15 വയസ്സാണ്. ആ 15ാമത്തെ വയസ്സിൽ നമുക്കുണ്ടാകുന്ന പക്വത ഇല്ലായ്മ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വിട്ടുകൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊന്ന് കൂടി ആലോചിച്ചിട്ട് അവരുടെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നിയ പോയിന്റുകൾ അവരോട് ഷെയർ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇതാവുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് മക്കളിൽ ഉയർച്ച കിട്ടുള്ളൂ. അല്ലാതെ എല്ലാം അവർക്ക് ഇപ്പൊ വിട്ടുകൊടുത്താൽ ചില തീരുമാനങ്ങളൊക്കെ പാളിച്ച വന്നാൽ നമുക്ക് പിന്നൊന്നും ചെയ്യാനില്ല. ഇപ്പൊ കണ്ടോ, ഇപ്പൊ 10 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഈ വർഷം കിട്ടാൻ പോവാണ്. 9ാം ക്ലാസ്സിൽ എത്ര മാർക്ക് നോക്കുന്നില്ല, 7ാം ക്ലാസ്സിൽ നോക്കുന്നില്ല, 2ാം ക്ലാസ്സിൽ നോക്കുന്നില്ല. ഈ വർഷം ഒന്ന് ഉഷാറാക്കിയാൽ ഈ 10 വർഷത്തെ റിസൾട്ടാണ് കിട്ടാൻ പോവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, നമ്മളെ മക്കളിൽ ഉണ്ടാവുന്ന ഉയർച്ചകൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പോരായ്മ ഉണ്ടാവാൻ പാടില്ല. നമുക്കുള്ള പോരായ്മകളൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. മക്കളെങ്കിലും ഉഷാറാവട്ടെ, അവർ പഠിക്കട്ടെ. അതൊക്കെ തന്നെയല്ലേ അതിൽ സന്തോഷമുള്ളത്. അതുകൊണ്ട് ഈ ഒരു വർഷം ബാബൂസ് പ്ലാനറ്റ് അക്കാദമിയിൽ 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോച്ചിങ് ആണ്. അതിൽ നിങ്ങൾ മക്കളെ വിട്ടു തന്നാൽ മതി. അവരുടെ നല്ല സ്വഭാവ രീതികൾ, അവരുടെ നല്ല അച്ചടക്ക കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽക്കുകയാണ്. കൂടെ നമ്മൾ ഫുൾ എ പ്ലസ് ഗ്യാരണ്ടി കൂടി തരികയാണ് നിങ്ങൾക്ക്. ഈ വർഷം 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫുൾ എ പ്ലസ് വാങ്ങിക്കണം എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷയിലെ ഒരു അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് ബാബൂസ് പ്ലാനറ്റ് അക്കാദമി മുന്നോട്ട് പോകുന്നത്. ഫീസിൽ വൻ ഇളവാണ് ഈ ഒരു വർഷം. ഇനാഗുറേഷൻ ഇയർ എന്നുള്ള നിലക്ക്, ആദ്യ വർഷം എന്നുള്ള നിലക്ക് ഫീസിൽ വൻ ഇളവാണ് പ്ലാനറ്റ് അക്കാദമി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഏപ്രിൽ 7 നമ്മളുടെ വെക്കേഷൻ ബാച്ച് ആരംഭിക്കും. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ അവിടെ ഉണ്ട്. അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ ഉണ്ടാവും എല്ലാ കാര്യത്തിലും എന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് അറിയിക്കുകയാണ്, നമ്മൾ ഫുൾ എ പ്ലസ് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട്, നമ്മളെ പ്ലാനറ്റ് അക്കാദമിയുടെ ക്യാപ്ഷൻ നിങ്ങൾക്കറിയാം, എംപവറിംഗ് ഫ്യൂച്ചർ ലീഡേഴ്സ്. നമ്മളെ ഭാവിയിലേക്കുള്ള ലീഡർമാരെ വാർത്തെടുക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ വളരെ ഉയരത്തിലേക്ക് എത്താൻ സാധ്യത ഉണ്ട്. നമ്മൾ മുരടിപ്പിച്ച് കളയണമെന്നില്ല. ഒരു ഉഷാറാവട്ടെ, അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം, അതിന് മറക്കരുത്.
നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മക്കൾ അങ്ങനെ ആക്കാമായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ശരിയാക്കാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയത്. നമ്മൾക്ക് ഒരു പാരന്റ് എന്നുള്ള നിലക്ക് എനിക്കൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധം, ഒരു ഒരു എന്താണ് ഒരു ആശ്വാസം നമുക്ക് ഉണ്ടാവണം. എങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. മറ്റേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ കുട്ടികൾ വഴിപിഴച്ചു പോവും, തെറ്റായ രീതിയിലേക്ക് പോവും, ഒക്കെ പോവും. അതിന് പുറമെ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവില്ല. അതിന് പുറമെ ഏറ്റവും വലിയൊരു നമുക്ക് ഭാവിയിലേക്ക് അവർ എവിടെ എത്താത്ത ഒരു ഒരു രീതിയിലേക്ക് മാറും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ ഏറ്റവും ഉയരത്തിലേക്ക് എത്തും. അത് ഭാവിയിൽ അവർക്ക് ഉള്ള ഗുണം നമുക്ക് പിന്നെ തിരിച്ചു തരും ചെയ്യും അവർ. ഇപ്പൊ ഒന്നും ചെയ്യാതിരുന്നാൽ ഇപ്പോഴും കുട്ടികൾക്ക് ഗുണം ഉണ്ടാവില്ല, ഭാവിയിൽ നമുക്കത് ദോഷമായിട്ട് വരും ചെയ്യും. ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ബാബൂസ് പ്ലാനറ്റ് അക്കാദമി അരീക്കോട് ജോളി ഹോട്ടലിന് എതിർവശത്താണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്ലാനറ്റ് അക്കാദമിയിലേക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കോച്ചിങ് അല്ല, മികച്ച ക്ലാസ്സുകൾ തന്നെ നമ്മൾ തരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കുട്ടികളെയും നമ്മൾ പ്രത്യേകം കെയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.